മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യാക്കോബ് 1:19, ലെറ്റർ ഓഫ് സെന്റ് ജേക്കബ് ചാപ്റ്റർ 1 വേഴ്സ് 19. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. ജീവിതത്തില് മാറ്റും വിലയും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ സംയോജിപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ എടുത്തു പറയുന്നു. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ധൃതഗതിയിൽ സംസാരിക്കാതെ ആലോചിച്ച് ആവശ്യമെന്ന് ബോധ്യമാകുന്നവ സംസാരിക്കുവാനും പ്രകോപനമുണ്ടായാലും വികാരഭരിതരാകാതെ ശാന്തത പാലിക്കാനും സാധിക്കണം. മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നവർ ആശ്വാസത്തിനായി അവരുടെ ജീവിത ഭാരങ്ങൾ പങ്കുവെക്കാനായി നമ്മോട് പറയുമ്പോൾ നാം അശ്രദ്ധരാണെങ്കിൽ അവർ നിരാശരാകും. അവർ നമ്മിൽ നിന്ന് അകന്നു പോകും. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ നാം പരിചയിക്കണം. തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുവാൻ ആളുകളുണ്ടെങ്കിൽ പല മാനസിക രോഗികളെയും രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ സംസാരത്തിന്റെ കാര്യത്തിലും നാം ജാഗ്രത പാലിക്കണം. രസത്തിനും വിനോദത്തിനുമായി നാം ആരെക്കുറിച്ചും സംസാരിക്കരുത്. സംഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വംശം കൂടിയുണ്ട്. അവരുടെ സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നാം തന്നെ സംസാരിക്കുവാൻ സമയം മുഴുവൻ ഉപയോഗിക്കരുത്. സംഭാഷണ മധ്യേ നമുക്കിഷ്ടമില്ലാത്ത വിഷയങ്ങൾ വന്നാൽ നാം വികാരഭരിതരാകാതെ സമചിത്തത പാലിക്കണം. തൂണുകൾ ഇളകിയാൽ കെട്ടിടം നിലംപതിക്കും. നാം വികാരത്താൽ ഇളകിയാൽ നമ്മുടെ ജീവിതവും തകരും. ക്ഷമയോടെ കേൾക്കാനും ചിന്തിച്ചാവശ്യമായി സംസാരിക്കുവാനും സംഭാഷണമധ്യേ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുവാനും വികാരം നമ്മെ ഇളക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ബഹുമാന്യമായ രീതിയിൽ നയിക്കാം. അതെ, ക്ഷമയോടെ കേൾക്കുക, ചിന്തിച്ച് വികാരരഹിതമായി സംസാരിക്കുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.